ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് ഈശോയുടെ രാജ്യത്വ തിരുനാളാണ്. മത്തായിയുടെ സുവിശേഷം 22 അധ്യായം 41 മുതൽ 46 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മളിന്ന് ധ്യാനിക്കുക. നീ ആരാണ് എന്നുള്ളതിനെപ്പറ്റി ഫരിസേയർ ഇടയ്ക്കിടയ്ക്ക് ഈശോയോട് ചോദിക്കുന്നുണ്ട്. അവരുടെ ചോദ്യങ്ങളിൽ ചിലപ്പോഴൊക്കെ നികുതി കൊടുക്കണമോ, പുനരുത്ഥാനമുണ്ടോ, അല്ലെങ്കിൽ ആരാണ് എൻ്റെ അയൽക്കാരൻ, ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ ഒരുപക്ഷെ അറിയാൻ ആഗ്രഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ യേശുവിന് വാക്കിൽ കൊടുക്കാനൊക്കെ യഹൂദന്മാരിങ്ങനെ ചോദിക്കുന്ന നിരവധി ചോദ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഈശോ അവരോട് മറ്റൊരു ചോദ്യം ചോദിക്കുകയാണ്. നേരത്തെ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്, ജനങ്ങൾ പറയുന്നത്, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ കർത്താവ് ചോദിക്കുന്നുണ്ട്. ഇവിടെ വീണ്ടും ഈശോ ചോദിക്കുകയാണ്, ആരാണ് മിശിഹ? മിശിഹായെപ്പറ്റി അവർക്ക് എന്ത് മനസ്സിലായിട്ടുണ്ട്? സ്വാഭാവികമായിട്ട് മിശിഹ ദാവീദിൻ്റെ പുത്രനായിട്ടാണ് ജനിക്കാൻ പോകുന്നത് എന്നവർക്കറിയാം. അതവർ സമ്മതിക്കുന്നു, സ്വീകരിക്കുന്നു, ഏറ്റുപറയുന്നു. പക്ഷേ ഈശോ വ്യക്തമായിട്ട് പറയുന്നു, ദാവീദിൻ്റെയും കർത്താവായിട്ട് ഈ മിശിഹ വരുന്നു, ക്രിസ്തു വരുന്നു. അത് മനസ്സിലാക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. 110 സങ്കീർത്തനമാണ് നമ്മൾ ഇവിടെ വായിക്കുക. 110 സങ്കീർത്തനമാണ് കർത്താവ് ഇവിടെ ഉദ്ധരിക്കുന്നത്. ആ സങ്കീർത്തനത്തിൽ നമ്മൾ കാണുക, ഈശോ മിശിഹ പൂർണ്ണമായ അർത്ഥത്തിൽ രാജാവാണ്, പുരോഹിതനാണ്, പ്രവാചകനാണ്. ഇത് മനസ്സിലാക്കുമ്പോഴാണ് ഈ ഈശോയുടെ മിശിഹാത്വത്തെ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. യഹൂദന്മാരൊരു പക്ഷേ ദാവീദിൻ്റെ പുത്രനായിട്ട് സ്വീകരിക്കുന്നു മിശിഹായെ, പക്ഷേ ദാവീദിൻ്റെ കർത്താവായിട്ട് സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. അപ്പോൾ ഈശോയുടെ ദൈവത്വം മനസ്സിലാക്കാനും സ്വീകരിക്കാനും യഹൂദന്മാർക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ചോദ്യം. പൂർണ്ണമായിട്ട് ഈശോയെ രാജാവും പ്രവാചകനും പുരോഹിതനും പൂർണ്ണമായ അർത്ഥത്തിൽ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ചിലപ്പോഴൊക്കെ ഇന്ന് ചില മറ്റ് മതസ്ഥരുടെ ചില വാദഗതികളൊക്കെ ഉദ്ധരിച്ച് ചിലർ പറയുന്നു, ഈശോ ദൈവമാണ് എന്ന് നമുക്ക് പൂർണ്ണമായിട്ടിത് പറയുന്നുണ്ടോ, ബൈബിൾ പറയുന്നുണ്ടോ എന്നുള്ളതൊക്കെ എത്രയോ തെളിവുകളാണ് നമുക്ക് കാണാൻ സാധിക്കുക. യോഹന്നാൻ 10:30 ഞാനും പിതാവും ഒന്നാണ്, പൂർണ്ണാർത്ഥത്തിൽ ദൈവം തന്നെയാണ് എന്ന് ഈശോ പല പ്രാവശ്യം പറയുന്നത് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. ആ ബൈബിളിൻ്റെ അർത്ഥത്തിൽ ഈശോയെ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിട്ട് സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. അവിടുന്ന് രാജാവും രക്ഷകനുമാണ്. അപ്പോൾ ഈശോയെ സ്വീകരിക്കുന്ന വിധം ചിലപ്പോഴൊക്കെ ഇന്ന് വളരെ ഭാഗികമാണ് എന്നെനിക്ക് തോന്നുകയാണ്. നമ്മൾ ഈശോയെ സ്വീകരിക്കുന്നുണ്ട് രാജാവായിട്ട്, ഭാഗികമായിട്ടൊക്കെയാണ് പലരും സ്വീകരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ പൂർണ്ണ അധികാരം കർത്താവിന് നമ്മൾ കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ രാജാവും രക്ഷകനുമായിട്ട് അവിടുത്തെ സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ വിശ്വാസം അത് പൂർണ്ണതയുണ്ടോ, അതോ നമ്മുടെ വിശ്വാസത്തിൽ കുറവുണ്ടോ എന്നുള്ള ഒരു വലിയ ചോദ്യമാണ് ഈ തിരുനാൾ ദിവസം നമ്മൾ നമ്മോട് തന്നെ ചോദിക്കേണ്ടത്. രണ്ടാമത് നമ്മൾ ചിന്തിക്കുക, ഈ രാജ്യത്വം അത് സ്വയം ശൂന്യമാക്കലിൻ്റെ രാജ്യത്വമാണ് എന്ന് തിരിച്ചറിയുകയാണ്. ഫിലിപ്പിയ ലേഖനത്തിൽ 2 അധ്യായത്തിൽ ഈശോയുടെ സ്വർഗീയ മഹത്വത്തിലേക്കുള്ള ഉയർത്തലിനെ പറ്റി പൗലോസ്ലീഹ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കർത്താവ് ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. പക്ഷേ അതിനു മുമ്പ് സ്വയം ശൂന്യനാക്കിയ ഈശോയെ നമ്മൾ കാണുന്നു. ഇതാണ് ഒരുപക്ഷെ മറ്റുള്ള രാജ്യത്വങ്ങളെക്കാളും മറ്റുള്ള രാജാധികാരികളെക്കാളും ഈശോയെ വ്യത്യസ്തനാക്കുന്നത്. എല്ലാം വിട്ടുകൊടുത്ത് സ്നേഹിച്ച രാജാവ്, സ്വയം ശൂന്യമാക്കി അനുസരിക്കാൻ പഠിപ്പിച്ച രാജാവ്. ഇതാണ് ഈശോയുടെ രാജ്യത്വത്തിൻ്റെ പ്രത്യേകത. ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ശൈലികൾ, പ്രത്യേകിച്ച്
അധികാരപ്രയോഗത്തിൻ്റെ ശൈലികൾ, നേതൃത്വ ശൈലികൾ ഒക്കെ വ്യത്യാസം വരുന്നു. കർത്താവിന് മനസ്സിലാക്കുമ്പോൾ ക്ഷമിക്കാനും വിട്ടുകൊടുക്കാനും ത്യാഗം ചെയ്യാനും രാജാവ് തയ്യാറാകുന്നത് പോലെ നാം ഓരോരുത്തരും നമ്മുടേതായ സാഹചര്യങ്ങളിൽ ഈ വിട്ടുകൊടുക്കലിന് നേതൃത്വം കൊടുക്കണം. നമ്മോടൊപ്പം കരളലിവുള്ള, അല്ലെങ്കിൽ നമ്മുടെ വേദനയിൽ കരളലിവുള്ള രാജാവാണ് അവിടുന്ന്. ആ രാജാവിൻ്റെ സ്നേഹത്തിൻ്റെയും അനുകമ്പയുടെയും ശൈലിയാണ് നാം ഇന്ന് മനസ്സിലാക്കുകയും അനുകരിക്കുകയും ചെയ്യേണ്ടത് എന്ന് ഈ രാജ്യത്വ തിരുനാൾ നമ്മോട് പറയുന്നു. മൂന്നാമത് നമ്മുടെ മനസ്സിൽ നമ്മൾ കൊണ്ടുവരിക ആ യഹൂദന്മാരുടെ മനോഭാവമാണ്. ഈശോയെ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിട്ട് ഏറ്റുപറയാൻ അവർക്ക് സാധിക്കുന്നില്ല. അവസാനം 46-ാം വാക്യം പറയുന്നത് പോലെ അവനോട് ഉത്തരമായൊരു വാക്ക് പോലും പറയാൻ ആർക്കും കഴിഞ്ഞില്ല. അന്നു മുതൽ അവനോട് എന്തെങ്കിലും ചോദിക്കാൻ ആരും, ഒരു തരത്തിൽ പറഞ്ഞാൽ നിസ്സഹായാവസ്ഥയാണ്. അതിലും കൂടുതലായിട്ട് നമ്മൾ കാണുക അവരുടെ നിശബ്ദതയാണ്. യേശുവാകുന്ന സത്യം, യേശുവാകുന്ന രാജാവ്, യേശുവാകുന്ന ദൈവം മുന്നിൽ കടന്നു വരുമ്പോൾ സ്വീകരിക്കാൻ വിമുഖത കാണിക്കുന്ന യഹൂദന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ട്. യേശുവിൻ്റെ ദൗത്യം തീർച്ചയായിട്ടും ഇനിയും മുന്നോട്ട് പോകും. അതിന് യഹൂദന്മാരുടെ തിരസ്കരണം, അവരുടെ വിമുഖതയും അവരുടെ ആ നിഷേധിക്കലും ഒന്നും തടസ്സമാകുന്നില്ല. പക്ഷേ നമ്മൾ ഓർക്കുക, കർത്താവിൻ്റെ സന്ദേശം സ്വീകരിക്കാനായിട്ട് അവസരം കിട്ടിയപ്പോൾ അത് നിഷേധിക്കുന്നവർ അന്നും ഇന്നും അവരുടെ ജീവിതത്തിൽ ഒരു ഡെഡ് എൻഡിൽ വന്ന പോലെയാണ്. അവർക്ക് മുന്നോട്ട് പിന്നെ ഒരു നോട്ടമില്ല, യാത്രയില്ല. ജീവിതത്തിൽ നിരാശയാകും, ജീവിതത്തിൽ ചിലപ്പോൾ കഠിനമായ ഒരു അർത്ഥമില്ലായ്മയാകും. ഇങ്ങനെയൊക്കെയുള്ള അവസരത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഈശോ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് നിരർത്ഥകമായിട്ട് പോകുകയാണ്, യഹൂദന്മാർക്ക് പറ്റിയതുപോലെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കുക, നമ്മുടെ ജീവിതത്തിൽ ഈ മരവിപ്പ്, ഈ നിഷേധം ഉണ്ടാകാതിരിക്കട്ടെ. കർത്താവ് അടുത്ത് വന്ന് വിളിക്കുമ്പോൾ നിൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ സ്ഥാനം കർത്താവിന് കൊടുക്കാം. നമ്മുടെ തീരുമാനങ്ങൾ ആരൊക്കെയാണ് നയിക്കുന്നത്, നിയന്ത്രിക്കുന്നത്? നമുക്കറിയാം, ഇന്ന് ഇൻഫ്ലുവേഴ്സിൻ്റെ കാലമാണ്. യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സ് എന്നാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്താൻ പറ്റുന്ന വ്യക്തികൾ. യേശു നിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇൻഫ്ലുവൻസറാണോ? അതോ നമ്മുടെ മതാചാരത്തിൽ കടന്നു വരുന്ന, ദൈവമെന്ന് ഉള്ളിൽ സ്വീകരിക്കുന്നുണ്ടെങ്കിലും പൂർണ്ണമായിട്ടും നമ്മളിനിയും വിട്ടുകൊടുക്കാത്ത ഒരു രാജാവായിട്ട് അവിടെ നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം തീരുന്നുണ്ടോ എന്നുള്ള വിലയിരുത്തൽ, ഒരു ആത്മവിമർശനം ഇന്ന് നല്ലതാണ് എന്ന് തോന്നുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ 3 കാര്യങ്ങൾ നമുക്ക് മനസ്സിൽ കൊണ്ടുവരാം. ഈശോ നമ്മുടെ ജീവിതത്തിലെ പൂർണ്ണമായിട്ടും രാജാവാണ്. ക്രിസ്തുരാജൻ്റെ അനുഗ്രഹം നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ കുടുംബങ്ങൾക്കും ഉണ്ടാകാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ആമേൻ.